വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ചെയ്യുന്നത് ഒരു ക്യൂട്ടായിട്ടുള്ള ഒരു ക്രോഷ്യ ടോപ്പാണ്. അതാണ് ഞാനിപ്പോൾ വെയർ ചെയ്തിരിക്കുന്നത്. ഞാൻ ഒരു സ്ക്വയർ നെക്കാണ് കൊടുത്തിരിക്കുന്നത്. എനിക്കൊന്ന് കുറച്ചുകൂടി ഈസി ആയിരിക്കും ബിഗിനേഴ്സിന്. സ്ക്വയർ നെക്ക് ആകുമ്പോൾ വലിയ കൺഫ്യൂഷൻ ഉണ്ടാകത്തില്ല. അപ്പോൾ ബാക്ക് സൈഡും സെയിം തന്നെ ഒരു സ്ക്വയർ നെക്കാണ് കൊടുത്തത്. സോ പിന്നെ ഒരു നെക്ക് ലൈനും കൊടുത്ത് കുറച്ചും കൂടെ ഒരു ക്യൂട്ട്നെസ് കിട്ടാനായിട്ട്. അപ്പം ഇത് ഞാൻ ചെയ്തിരിക്കുന്ന സൈസ് മീഡിയമാണ്. അപ്പോൾ എൻ്റെ മെഷർമെൻറ്റ്സ് അനുസരിച്ചിട്ടാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് സൈസോ സ്മോളോ അല്ലെങ്കിൽ ലാർജോ സൈസിന് എന്തെങ്കിലും അതായത് നമ്മൾ മെഷർമെൻറ്റും ചെയിൻസും ചെയ്യുമ്പോഴത്തേക്ക് കുറച്ച് ഡിഫറൻസ് വരും, കൗണ്ട്സ് ഒക്കെ ഡിഫറൻസ് വരും. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി, ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. സോ ഈ ഒരു ടോപ്പ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് കോട്ടൺ യാണാണ്. സോ നമ്മുടെ ക്ലൈമറ്റിന് നമുക്കറിയാം കുറച്ചും കൂടെ സ്യൂട്ടബിൾ ആയിട്ടുള്ളത് കോട്ടൺ ആയിരിക്കും. സോ ഞാൻ കോട്ടൺ യാണാണ് ചൂസ് ചെയ്തത്. അതുപോലെ 3.5 mm ക്രോഷ്യ ഹുക്കും, പിന്നെ സ്റ്റിച്ച് മാർക്ക്, നീഡിൽ, സിസർ, ഇത്രയാണ് നമുക്ക് വേണ്ട സാധനം മെറ്റീരിയൽസ്. സോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ബാക്ക് റിബിങ്ങിലാണ്. അതായത് ബാക്ക് റിബിങ്ങിൽ നമ്മൾ മിഡിലിൽ ഒരു പാർട്ടാണ്, ഫസ്റ്റ് റിബിങ് പാർട്ടാണ് ചെയ്യുന്നത്. സോ അതിന് ശേഷമാണ് നമ്മൾ ഫ്രണ്ട് പാനലിലേക്ക് മൂവ് ചെയ്യുന്നത്. അപ്പം റിബിങ് പാർട്ടിൽ നമ്മൾ ചെയ്യേണ്ടത് അതായത് 40 ഹാഫ് ഡബിൾ ക്രോഷ്യാണ് ചെയ്യുന്നത് ടോട്ടൽ. അപ്പോൾ ഇനി ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടെ പറഞ്ഞു തരാം. ഇത് ഫ്രണ്ട് പാനലിൻ്റെ ആണ്. സോ ബാക്ക് പാനലിൽ നിന്ന് ചെയ്ത് നമ്മൾ കണക്ട് ചെയ്യുവാണ് ഫ്രണ്ട് പാനലിലോട്ട്. സോ ഫസ്റ്റ് സ്ലിപ്പ് നോട്ടിൽ സ്റ്റാർട്ട് ചെയ്യാം. അതിനുശേഷം നമ്മൾ 40 ചെയിനാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ മെഷർമെൻറ്റ് അനുസരിച്ചിട്ടാണ്, അതായത് ലെങ്ത് ഹൈറ്റിൻ്റെ അനുസരിച്ചിട്ടാണ് ഞാൻ 40 ചെയിൻ ചെയ്യുന്നത്. അപ്പോൾ ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മീഡിയം സൈസാണ്. സോ സ്മോളിന് അറൗണ്ട് നിങ്ങളൊരു 20-22 ചെയിൻ ചെയ്താൽ മതി. അപ്പോൾ 40 ചെയിൻസ് ഞാൻ ചെയ്തു. ഇനി നമുക്ക് ഇതിൻ്റെ ഹൈറ്റ് അനുസരിച്ചിട്ട് നമുക്ക് ചെയിൻ 3 എക്സ്ട്രാ, നമ്മൾ 40 കൂടാതെ ചെയിൻ 3 എക്സ്ട്രാ ചെയ്യണം. അപ്പോൾ ടോട്ടൽ 43 ചെയിനാണ് ഞാൻ ചെയ്തത്. ഇനി നമുക്ക് ഹാഫ് ഡബിൾ ക്രോഷ്യ നമുക്ക് 5th ചെയിൻ, അതായത് ഹുക്കിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള 5th ചെയിനിൽ നമ്മൾ ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്യാണ്. അപ്പം നമുക്ക് ഫസ്റ്റ് ഹാഫ് ഡബിൾ ക്രോഷ്യയിൽ ഒരു സ്റ്റിച്ച് മാർക്ക് ചെയ്യാം. അപ്പോൾ നെക്സ്റ്റ് റോ വരുമ്പോൾ ഈസി ആയിരിക്കും. ഇനി നമുക്ക് ഇത് കണ്ടിന്യൂസ്ലി എല്ലാ ചെയിനിലും ഹാഫ് ഡബിൾ ക്രോഷ്യ നമുക്ക് ടിൽ റോ വരെ, എൻഡ് വരെ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. സോ നമ്മൾ ഈ ഒരു റോ കംപ്ലീറ്റ് ചെയ്തു, ഫുൾ ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്തു. ഇനി നമുക്ക് ചെയിൻ 3 അതിന് ശേഷം ടേൺ ചെയ്യാം. ഇനി അടുത്ത റോയിൽ നമ്മൾ ഫസ്റ്റ് കാണുന്ന സ്റ്റിച്ചിൽ നമ്മൾ ഹാഫ് ഡബിൾ ക്രോഷ്യാണ്, പക്ഷേ നമ്മൾ ബാക്ക് ലൂപ്പിലാണ് ചെയ്യുന്നത്. ത്രൂ ഔട്ട് നമ്മൾ ബാക്ക് ലൂപ്പിലാണ് ചെയ്യുന്നത്. 2 ലൂപ്സ് നമ്മൾ എടുക്കില്ല, ബാക്കിലുള്ള ലൂപ്സിലാണ് നമ്മൾ ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് സ്റ്റിച്ചിൽ നമുക്കൊന്ന് സ്റ്റിച്ച് മാർക്ക് ചെയ്യാം. അതിന് ശേഷം ഹാഫ് ഡബിൾ ക്രോഷ്യ നമുക്ക് ടിൽ എൻഡ് വരെ കണ്ടിന്യൂ ചെയ്യാം. ശ്രദ്ധിക്കുക, ബാക്ക് ലൂപ്സിൽ മാത്രമാണ് നമ്മൾ ചെയ്യുന്നത്. 2 ലൂപ്സ് നമ്മൾ ചെയ്യില്ല. ബാക്ക് ലൂപ്സിൽ മാത്രമാണ് നമ്മൾ ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്യുന്നത്. സോ ഇത് നമുക്ക് ടിൽ എൻഡ് വരെ ഒന്ന് കണ്ടിന്യൂ ചെയ്യാം.
സോ ഞാൻ 25 റോസാണ് ടോട്ടൽ ചെയ്യുന്നത്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ മെഷർമെൻറ്റ് അനുസരിച്ചിട്ട് ഞാൻ 24 റോസാണ് ചെയ്യുന്നത്. അപ്പോൾ 24 റോസ് ചെയ്തതിന് ശേഷം നമുക്ക് ചെയിൻ 1 ചെയ്യാം. ഇനി നമ്മൾ ഇതിൽ നിന്നാണ് നമ്മൾ ഫ്രണ്ട് പാനലിലോട്ട് കണക്ട് ചെയ്യുന്നത്. സോ അതിന് വേണ്ടിയിട്ട് ഞാൻ 120 ചെയിനാണ് ചെയ്യുന്നത്. അങ്ങനെ ഞാൻ 120 ചെയിൻ ചെയ്തു. ഇനി ഹൈറ്റിന് എക്സ്ട്രാ 2 മോർ ചെയിനും കൂടെ ആഡ് ചെയ്തു. ഇനി 1/2 ഡബിൾ ക്രോഷേ നമുക്ക്, അതായത് തേർഡ് ചെയിനിലാണ് ഞാൻ ചെയ്യുന്നത്. തേർഡ് ചെയിനിൽ ഞാൻ 1/2 ഡബിൾ ക്രോഷേ ചെയ്യാണ്. ഇനി നമുക്ക് കണ്ടിന്യൂറ്റിൽ നമ്മൾ ആ ചെയിൻ സ്റ്റാർട്ട് ചെയ്ത് വരെ നമുക്ക് 1/2 ഡബിൾ ക്രോഷേ കണ്ടിന്യൂ ചെയ്യാം. സോ നമ്മൾ ഈ റോ ഫിനിഷ് ചെയ്തു. അപ്പോൾ നമ്മളിത് അറ്റാച്ച് ചെയ്യുന്നില്ല. നമ്മൾ എഗെയിൻ ചെയിൻ ചെയ്തിട്ട് ടേൺ ചെയ്യാണ് ചെയ്യുന്നത്. ഇത് നമ്മൾ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ പിന്നെ കണക്ട് ചെയ്യുന്നത്. ഇപ്പം നമ്മളിത് കണക്ട് ചെയ്യുന്നില്ല. സോ ഇനി നമുക്ക് നെക്സ്റ്റ് റോയിലോട്ട് ടേൺ ചെയ്ത് പോവാം. അപ്പം ചെയിൻ 2 ചെയ്തിട്ട് വർക്ക് ടേൺ ചെയ്യുക. നേരത്തെ ഇതുപോലെ തന്നെ 1/2 ഡബിൾ ക്രോഷേ നമ്മൾ ചെയ്യുക. ഈ സെയിം തന്നെയാണ് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ സെയിം ഇവിടെയും ചെയ്യുന്നത്. എൻഡ് ആയി കഴിയുമ്പോൾ ചെയിൻ 2 ചെയ്ത് വർക്ക് ടേൺ ചെയ്യുക. ഇത് റിപ്പീറ്റ് ചെയ്യാം. നമുക്ക് ആ റിബിങ്ങിൻ്റെ സെയിം നമ്മൾ ആ ലെങ്തിൽ തന്നെ നമുക്ക് ഇതും കംപ്ലീറ്റ് ചെയ്യണം റോസ്. അപ്പോൾ എൻ്റെ മെഷർമെൻറ്റ് അനുസരിച്ചിട്ട് ഞാൻ 24 റോയാണ് കംപ്ലീറ്റ് ചെയ്തത്. സോ നിങ്ങളും നിങ്ങളുടെ മീഡിയം സൈസ് ആണെങ്കിൽ 24 റോ ചെയ്താൽ മതി. അപ്പോൾ ഫ്രണ്ട് പാനലിൻ്റെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ കണക്ട് ചെയ്താണ് ജോയിൻ ചെയ്യും. അപ്പോൾ നമുക്കത് ഫസ്റ്റ് നമുക്ക് ഒരേപോലെ കിട്ടാനായിട്ട് സ്റ്റിച്ച് മാർക്ക് വെച്ചിട്ട് അതിൻ്റെ എഡ്ജൊന്ന് ജസ്റ്റ് മാർക്ക് ചെയ്താൽ മതി ഒരുമിച്ച് വെച്ചിട്ട്. ഇത് നമുക്ക് രണ്ട് സൈഡും ഒന്ന് ജോയിൻ ചെയ്തെടുക്കാം. സോ അതിന് വേണ്ടിയിട്ട് ഞാൻ ഫസ്റ്റ് നീഡിലെടുത്തിട്ട്, അതായത് കുറച്ച് ലെങ്തിൽ യാൺ കട്ട് ചെയ്ത് മാറ്റാം. നമുക്ക് ജോയിൻ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള കുറച്ച് നൂല് ലെങ്തായിട്ട് നമുക്ക് കട്ട് ചെയ്യാം. സോ നീഡിലെടുത്തിട്ട് നമുക്കതിൽ നീഡിൽ വെച്ചിട്ട് രണ്ട് സൈഡും ഒന്ന് ജോയിൻ ചെയ്തെടുക്കണം.
ഫസ്റ്റ് നമ്മൾ റിബിങ് പാർട്ടിൻ്റെ സൈഡ് ജോയിൻ ചെയ്യാം. ജോയിൻ ചെയ്യുമ്പോൾ ഏറ്റവും അറ്റത്ത് കാണുന്ന ആ സ്റ്റിച്ചിൽ രണ്ടും കണക്ട് ചെയ്ത് വേണം ജോയിൻ ചെയ്തെടുക്കാനായിട്ട്. രണ്ട് സൈഡും ഒരേപോലെ ആയിരിക്കണം. അതുപോലെ തന്നെ സ്റ്റിച്ച് മിസ്സാവാതെ തന്നെ ചെയ്യുക. ഇല്ലെങ്കിൽ മിസ്സായി കഴിഞ്ഞാൽ പിന്നെ ഒരു ഗ്യാപ്പ് ഉണ്ടാവും. സോ എല്ലാ സ്റ്റിച്ചും കവർ ചെയ്തിട്ട് ജോയിൻ ചെയ്യുക. സോ നമ്മൾ ജോയിൻ ചെയ്തു. ഇനി നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ ഇത് രണ്ട് സൈഡ് നിങ്ങൾ ജോയിൻ ചെയ്യുക. അങ്ങനെ നമ്മൾ രണ്ട് സൈഡും ജോയിൻ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇത് ഏകദേശം നമ്മുടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് സ്ട്രാപ്പ് വേണം. അപ്പോൾ സ്ട്രാപ്പ് ചെയ്യാനായിട്ട് നമുക്ക് നിങ്ങളുടെ ആം ഹോൾ അനുസരിച്ചിട്ട് ഒന്ന് മാർക്ക് ചെയ്യുക. ഞാൻ എൻ്റെ ആം ഹോളിൻ്റെ മെഷർമെൻറ്റ് അനുസരിച്ചിട്ടാണ് ഇത് സ്റ്റിച്ച് മാർക്ക് വെച്ചിട്ട് മാർക്ക് ചെയ്തിരിക്കുന്നത് രണ്ട് സൈഡും. അപ്പോൾ ബാക്കിൽ സെൻറ്ററിൽ വരുന്ന രീതിയിൽ ഫോൾഡ് ചെയ്തിട്ട് നിങ്ങളൊന്ന് ബോഡിയിൽ വെച്ചിട്ട് ഒന്ന് ആം ഹോള് കറക്റ്റ് ചെയ്യുക. എന്നിട്ട് ഒരു സ്റ്റിച്ച് മാർക്ക് വെച്ചിട്ടൊന്ന് മാർക്ക് ചെയ്യുക. സോ അതിൻ്റെ ബേസ് ചെയ്താണ്, ആ മെഷർമെൻറ്റിലാണ് നമ്മൾ സ്ട്രാപ്പ് കണക്ട് ചെയ്യുന്നത്. സോ സ്ട്രാപ്പ് കണക്ട് ചെയ്യാനായിട്ട് ഫസ്റ്റ് നമ്മൾ യാൺ അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. അറ്റാച്ച് ചെയ്തതിന് ശേഷം നമ്മൾ ചെയിൻ 2 ചെയ്യുകയാണ്. ഇതാണ് നമ്മുടെ ഇതിൻ്റെ ഹൈറ്റ്, റോഡ് ഹൈറ്റ്. ഇനി നമുക്ക് 8 ഹാഫ് ഡബിൾ ക്രോഷ്യാണ് ചെയ്യേണ്ടത്. അതായത് 8 ഹാഫ് ഡബിൾ ക്രോഷ്യ നമ്മൾ ചെയ്യണം. അതാണ് നമ്മുടെ സ്ട്രാപ്പിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത്. സോ ഇത് ഞാൻ 6 റോസ് ആണ് ചെയ്യുന്നത്. 6 റോസ് നിങ്ങൾ ആദ്യം ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്യുക.
8 ഹാഫ് ഡബിൾ ക്രോഷ്യ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ അഗെയിൻ ചെയിൻ 2 ചെയ്തിട്ട് ടേൺ ചെയ്യുക. ഫസ്റ്റ് സ്റ്റിച്ചിൽ ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്യുക. ഇങ്ങനെ നമ്മൾ 6 റോസ് കംപ്ലീറ്റ് ചെയ്യുക. സോ നമ്മൾ 6 റോസ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി നമുക്ക് നെക്സ്റ്റ് ചെയിൻ 2 ചെയ്ത് ടേൺ ചെയ്യാം. ഇനി നമുക്ക് സെയിം നമ്മൾ ഹാഫ് ഡബിൾ ക്രോഷ്യ തന്നെയാണ് ചെയ്യുന്നത്. ബട്ട് നമ്മൾ 1 മോർ ഹാഫ് ഡബിൾ ക്രോഷ്യ നമ്മൾ ആഡ് ചെയ്യുകയാണ്. സോ എൻഡിൽ ഞാൻ 1 എക്സ്ട്രാ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എവിടെയാണോ ഏത് ഫസ്റ്റ് വേണമെങ്കിൽ ഫസ്റ്റ് നിങ്ങൾക്ക് ഒരു എക്സ്ട്രാ 1 ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്യാം, അല്ലെങ്കിൽ എൻഡിൽ. സോ 9 ടോട്ടൽ നമുക്ക് 9 വേണം. അത് നമ്മൾ ചെയ്യുന്നത് 36 റോസ് ആണ്. അതാണ് എൻ്റെ സ്ട്രാപ്പിന് എനിക്ക് വേണ്ട മെഷർമെൻറ്റ്. സോ ഞാൻ അതനുസരിച്ചിട്ട് 36 റോസാണ് ചെയ്യുന്നത്. അപ്പോൾ 2 സൈഡും സെയിം അതുപോലെ തന്നെ ചെയ്യാം സ്ട്രാപ്പ്. ഫൈനലി നമ്മൾ സ്ട്രാപ്പ് 2ഉം ചെയ്തിട്ടുണ്ട് 2 സൈഡ്സിലും. ഇനി നമുക്ക് ഇത് ഓപ്പോസിറ്റ് ഇതിൽ നമുക്കൊന്ന് ജോയിൻ ചെയ്യണം സ്ട്രാപ്പ്. സോ നമുക്ക് ഇത് വെച്ചിട്ട് തന്നെ നമ്മുടെ നീഡിൽ വെച്ചിട്ട് തന്നെ സെയിം ആണോ എന്നൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ ഫോൾഡ് ചെയ്ത് കറക്റ്റ് സ്ട്രാപ്പ് കറക്റ്റ് പ്ലേസിലാണോ എന്ന് നോക്കി ചെക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് സ്ട്രാപ്പ് കണക്ട് ചെയ്യാം 2 സൈഡും. അങ്ങനെ നമ്മൾ 2 സ്ട്രാപ്സും കണക്ട് ചെയ്തു. ഇതാണ് നമ്മുടെ ക്രോഷ്യ ടോപ്പിൻ്റെ ഷേപ്പ്. നമ്മൾ കഴിഞ്ഞിട്ടില്ല, ഇനി നമുക്ക് ബോട്ടം പാർട്ടും കൂടെ ചെയ്യാനുണ്ട്, ഒരു ഹാഫ് പാർട്ടും കൂടെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റ് ഏതെങ്കിലും ഒരു സൈഡിൽ കുഴപ്പമില്ല, ഏറ്റവും ബോട്ടം പാർട്ടിൽ എവിടെയെങ്കിലും നമുക്ക് ഒന്ന് അറ്റാച്ച് ചെയ്യാം. ഞാൻ റിബിങ് പാർട്ട് കഴിഞ്ഞിട്ടുള്ള പാർട്ടിലാണ് അറ്റാച്ച് ചെയ്യുന്നത്. അതിനുശേഷം എല്ലാ ചെയിനിലും സിംഗിൾ ക്രോഷ്യാണ് ചെയ്യുന്നത്. ഫസ്റ്റ് റോ എന്ന് പറയുന്നത് സിംഗിൾ ക്രോഷ്യാണ്. അത് ബോട്ടം പാർട്ടിൽ ഫുൾ സിംഗിൾ ക്രോഷ്യ ചെയ്യുക ടിൽ എൻഡ് വരെ.
ഫസ്റ്റ് ചെയ്ത സിംഗിൾ ക്രോഷയിൽ നമ്മൾ ഫൈനൽ ചെയ്തിട്ട് സ്ലിപ്പ് സ്റ്റിച്ച് വെച്ച് കണക്ട് ചെയ്യണം. സോ അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് മാർക്ക് വെച്ചിട്ട് മാർക്ക് ചെയ്യുക ഫസ്റ്റ് സിംഗിൾ ക്രോഷേ. സോ നമ്മൾ സിംഗിൾ ക്രോഷേ ഫുൾ ബോട്ടം പാർട്ടിൽ ചെയ്തു. ഇനി നമുക്ക് ഇത് സ്ലിപ്പ് സ്റ്റിച്ചിൽ, അതായത് ഫസ്റ്റ് നമ്മൾ മാർക്ക് ചെയ്ത സ്റ്റിച്ചിൽ നമുക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് റോ ഫിനിഷ് ചെയ്യാം. ഇനി നമുക്ക് ചെയിൻ 4 ചെയ്തിട്ട് വർക്ക് ടേൺ ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് സ്റ്റിച്ച് സ്കിപ്പ് ചെയ്തിട്ട് ട്രിപ്പിൾ ക്രോഷയാണ് നമ്മൾ ചെയ്യുന്നത്. അതായത് ഫസ്റ്റ് സ്റ്റിച്ച് സ്കിപ്പ് ചെയ്യുക, എന്നിട്ട് നെക്സ്റ്റ് കാണുന്ന സ്റ്റിച്ചിൽ നമ്മൾ ട്രിപ്പിൾ ക്രോഷേ ചെയ്തു. അതായത് നമ്മൾ 3 ടൈംസ് യാൺ ഓവർ ചെയ്യുക. നമ്മുടെ ഡബിൾ ക്രോഷേ കഴിഞ്ഞിട്ടുള്ളൊരു സ്റ്റിച്ചാണ് ട്രിപ്പിൾ ക്രോഷേ എന്ന് പറയുന്നത്. സോ അതിനുശേഷം ചെയിൻ 1 ചെയ്ത് കംപ്ലീറ്റ് ചെയ്യുക. അതായത് നമ്മൾ 3 ടൈംസാണ് യാൺ ഓവർ ചെയ്യുന്നത്. അതാണ് ട്രിപ്പിൾ ക്രോഷേ എന്ന് പറയുന്നത്. സോ അതിനുശേഷം ചെയിൻ 1 ചെയ്യുക. ഇങ്ങനെ ഓരോ സ്റ്റിച്ചും സ്കിപ്പ് ചെയ്ത് ട്രിപ്പിൾ ക്രോഷേ ചെയ്യാം ടിൽ എൻഡ് വരെ. ഇതാണ് നമ്മൾ ബോട്ടം പാർട്ടിൽ ചെയ്യുന്ന സ്റ്റിച്ച്. ഇത് നമുക്ക് അറൗണ്ട് ഒരു 11 റോസാണ് ഞാൻ ചെയ്യുന്നത്. സോ അതാകുമ്പോൾ എനിക്ക് കറക്റ്റ് ലെങ്താണ്. അപ്പോൾ നിങ്ങൾക്ക് അതിൽ ലെങ്ത് കുറവ് വേണം അല്ലെങ്കിൽ കൂടുതൽ വേണമെന്ന് വെച്ചാൽ ബോട്ടം പാർട്ട് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. എനിക്ക് എൻ്റെ മെഷർമെൻറ്റിൽ എനിക്ക് ഒരു 11 റോസ് ആണെങ്കിൽ ഞാൻ ക്രോപ്പ് ടോപ്പ് അല്ല ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അത്യാവശ്യം ലെന്ത് വേണമെന്ന് തോന്നിയുകൊണ്ട് ഞാൻ 11 റോസാണ് ചെയ്യുന്നത്. ചെയിൻ 4 ചെയ്യുക, ടേൺ ചെയ്യുക. അഗെയിൻ ഫസ്റ്റ് കാണുന്ന സ്പേസിൽ ട്രിപ്പിൾ ക്രോഷേ ചെയ്യാം. പിന്നെ ചെയിൻ 1 ചെയ്ത് നെക്സ്റ്റ് കാണുന്ന സ്പേസിൽ ചെയ്യാം. സ്റ്റിച്ച് മാർക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് റോ കംപ്ലീറ്റ് ആകുമ്പോഴത്തേക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാൻ കുറച്ചുകൂടി ഈസി ആയിരിക്കും. അതുകൊണ്ടാണ് ഞാൻ സ്റ്റിച്ച് മാർക്ക് യൂസ് ചെയ്യാൻ പറയുന്നത്. സോ ഇത് നമുക്ക് 11 റോസ് ചെയ്യാം. ഫൈനലി നമ്മുടെ ടോപ്പ് ഫിനിഷ്ഡ് ആയിട്ടുണ്ട്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആവശ്യ ലെങ്ത് അനുസരിച്ചിട്ട് നമുക്ക് റോസ് ചെയ്യാം. അതിനുശേഷം ഇനി നമുക്ക് ഈ ബാലൻസ് വന്നിട്ടുള്ള ഈ യാൺസൊക്കെ ഒന്ന് നമ്മളെപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ നീഡിൽ യൂസ് ചെയ്തിട്ട് ഒന്ന് ഹൈഡ് ചെയ്ത് മാറ്റിയാൽ മതി. ഇനി ഞാനൊരു ഫിനിഷിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ നെക്ക് ലൈൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നെക്ക് ലൈനിങ്ങിന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ഞാൻ ചൂസ് ചെയ്യാം. അപ്പോൾ അത് ചെയ്യണമെങ്കിൽ ചെയ്താൽ മതി. ആ പാർട്ട് ചെയ്താൽ ഒന്നും കൂടെ നല്ലതായിരിക്കും. നമുക്ക് നെക്കിൽ കുറച്ചുകൂടെ ഫിനിഷിങ് കിട്ടുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്ത്. അതുകൊണ്ടാണ് ഞാൻ അതുകൂടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചത്. സോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറ് ചൂസ് ചെയ്യാം. കുറച്ചും കൂടെ അതായത് അധികം കനമില്ലാത്ത യാണാണെങ്കിൽ ഒന്നുകൂടെ ഭംഗിയായിരിക്കും. സോ ഞാനിവിടെ ഫസ്റ്റ് ബ്ലൂ ആണ് എടുത്തത്. പിന്നെ വീഡിയോയിൽ ഞാൻ ബ്ലാക്ക് കാണിക്കുന്നുണ്ട്. കാരണം ബ്ലാക്ക് ഞാൻ അറ്റാച്ച് ചെയ്യുന്ന കാണിച്ചില്ല, അതുകൊണ്ടാണ് വീഡിയോ എടുത്തില്ല. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് അറ്റാച്ച് ചെയ്യുന്ന കാണിക്കുന്നത്. കാരണം എൻ്റെ ഈ ഒരു കളർ ഷെയ്ഡിന് ബ്ലൂ മാച്ച് ആവുന്നില്ലായിരുന്നു. സോ അതുകൊണ്ടാണ് ഞാൻ ചേഞ്ച് ചെയ്തത്. അപ്പോൾ ഫസ്റ്റ് നെക്കിൽ ഏതെങ്കിലും ഒരു അറ്റത്ത് യാൺ അറ്റാച്ച് ചെയ്തിട്ട് ചെയിൻ 1 ചെയ്ത് നമ്മൾ സിംഗിൾ ക്രോഷേ ചെയ്യുക. അത്രേ ഉള്ളൂ യാൺ ലൈനിങ്. അതായത് ഫുൾ സ്റ്റിച്ച് സ്കിപ്പ് ചെയ്യാതെ ഓരോ സ്റ്റിച്ചിലും സിംഗിൾ ക്രോഷേ ചെയ്യുക അറൗണ്ട് ദ നെക്ക്.
സോ ഞാൻ ബ്ലാക്കിൽ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ചൂസ് ചെയ്യാം നിങ്ങളുടെ പ്രിഫറൻസ് അനുസരിച്ചിട്ട്. സോ അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഫൈനൽ ക്രോഷേ ടോപ്പ് ഇതാണ്. സോ വളരെ ഈസിയാണ് ചെയ്യാനായിട്ട്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് വേറൊരു അടിപൊളി പ്രോജക്റ്റായിട്ട് വരാം. അപ്പോൾ അതുവരേക്കും ബൈ.